ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പം ചിലയിലാണുള്ളത്. ചിലയിൽ ഉള്ള ഒരു ടെലിസ്കോപ്പ് ഉണ്ട്, ലാർജ് ടെലിസ്കോപ്പ് എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് അവിടേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല. ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക്ഡ് ആവുമെന്ന് പറഞ്ഞ് ഞാൻ ചാൻസ് എടുക്കുകയാണ്. പോയി നോക്കാം നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ബൊളീവിയിൽ നിന്ന് പെട്രോൾ അടിച്ച് ആകെ പണി കിട്ടി. രാവിലെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ ഇവിടുത്തെ പെട്രോൾ വാങ്ങിച്ച് 2 ജെറിക്കാനിൽ വാങ്ങിച്ച് ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടായി. ഇല്ലെങ്കിൽ ഇഞ്ചക്ടറൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വന്നതിന് നല്ലൊരു പണിയായിരുന്നു തന്നെ. രാവിലെ അങ്ങനെ ഒന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. ബൊളീവിയിൽ നിന്ന് പെട്രോൾ അടിച്ച് നമുക്കും അങ്ങനെ പണി കിട്ടി. രാവിലെ സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു. ഞാൻ ജെറിക്കാനിൽ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വണ്ടി സ്റ്റാർട്ടായത്. സ്റ്റാർട്ടാക്കിയപ്പോൾ ഉള്ള കരിയാണിത് നിങ്ങൾ കാണുന്നത്. എന്തോ ഭാഗ്യത്തിന് സ്റ്റാർട്ടായി. ഞാൻ വിചാരിച്ച് ഇഞ്ചക്ടറൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരുമെന്ന്. അതായത് അത്രയും വേണ്ടി വന്നില്ല. പെട്രോൾ ഒഴിച്ചപ്പോൾ സ്റ്റാർട്ടായി. എന്തായാലും അത്രയും വൃത്തികെട്ട പെട്രോളാണ് ബൊളീവിയിൽ നിന്ന് കിട്ടുന്നത്. ഇത് മൊത്തം കരിയാണ്. ഡീസൽ വണ്ടിയുടെ കൂട്ട് കരിയാണ് ഇതിനകത്ത് വന്നത്. അപ്പോൾ ഏതായാലും കരിയൊന്നും വരുന്നില്ല. കുറച്ച് നേരം റണ്ണിങ്ങിലിട്ടിട്ടേ ഞാൻ ഇവിടുന്ന് ഇനി വണ്ടി എടുക്കുന്നുള്ളൂ. ഭാഗ്യത്തിന് എന്തായാലും ഞാൻ ഹോട്ടലിൽ വരെ ഓടിക്കെത്താൻ പറ്റി ഇന്നലെ. ഇവിടെ വന്ന് രാവിലെ എടുത്തപ്പോഴാണ് സ്റ്റാർട്ട് ആവാഞ്ഞത്. ഇന്നലെ ബോർഡർ കടന്നിട്ട് പിന്നെ ഒന്നുമില്ലായിരുന്നു. ഒരു 200 കിലോമീറ്ററോളം മരുഭൂമി കട തന്നെയാണ് യാത്ര. ഞാൻ അവിടെ വെച്ച് ഭാഗ്യത്തിന് നിർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ പണി കിട്ടിയതിന്. അവിടെ സ്റ്റാർട്ടാകത്തില്ലായിരുന്നു വണ്ടി. പിന്നെ ഞാനെങ്കിലും നിർത്തിയപ്പോഴും എഞ്ചിൻ ഓഫ് ആക്കിയില്ല. അതുകൊണ്ടാണ് പണി കിട്ടാതെ നേരെ ഹോട്ടലിൽ വരെ വരാൻ പറ്റി. നമ്മൾ അങ്ങനെ ലാർജ് ടെലിസ്കോപ്പിൻ്റെ അടുത്തെത്തി. ഒരു പ്രശ്നമുള്ളത്, ഇവിടെ ശനിയാഴ്ച മാത്രമേ എൻട്രി ഉള്ളൂ. പിന്നെ ടിക്കറ്റും ഇല്ല. ടിക്കറ്റ് 1 മാസം മുമ്പേ ബുക്ക് ചെയ്യണമായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ എനിക്ക് എന്നാണ് വരുന്നത് ഇവിടെ എത്തുന്നതെന്നും അറിയാത്തതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ശനിയാഴ്ചയാണ് ഇവിടെ എൻട്രി ഉള്ളതെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് അകത്ത് കയറി കാണാൻ പറ്റില്ല, പുറത്തുനിന്ന് മാത്രം കണ്ടിട്ട് പോരുകയാണ്. ഇവിടെ ലൈറ്റ് പൊല്യൂഷനും മേഘങ്ങളും ഒക്കെ കുറവാണ്. അതുകൊണ്ടാണ് ഇവരിവിടെ ടെലിസ്കോപ്പ് വെച്ചിരിക്കുന്നത്. നല്ല ക്ലിയർ സ്കൈ ആണ് രാത്രിയിൽ. അവിടെ എല്ലാം നല്ല സ്കൈ നല്ല ക്ലിയറായിട്ട് നമുക്ക് രാത്രിയിൽ കാണാൻ പറ്റും. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടെലിസ്കോപ്പ്. ചിലയിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ഗവൺമെൻറ് ആണെന്നാണ് ഇവിടുന്ന് പറഞ്ഞത്.
വരുന്ന വഴിക്ക് ഞാനൊരു ഗോൾഡ് മൈൻ കണ്ടു. അപ്പോൾ അതിലൊന്ന് ചെറുതായിട്ടൊന്ന് കയറി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇതാണ് ഗോൾഡ് മൈൻ. ഇപ്പം ഇവിടെ മൈനിങ് ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇരുട്ടാണ്, കാണാൻ പറ്റില്ല. ചുറ്റും ഒന്നുമില്ല, അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല കൂടുതലായിട്ട്, ഫുള്ളിരുട്ടാണ്. പിന്നെ മേലെയൊക്കെ ഉണ്ട്, മേലെ നിന്നൊക്കെ മേലേക്ക് അടച്ചേക്കാണ്. ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇപ്പം ഇതിൻ്റെ മൈനിങ് എല്ലാം കഴിഞ്ഞാണിത്. ഇവരിവിടെ എന്തോ ചെയ്യുന്നുണ്ട്, കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. സ്പാനിഷാണ്, അതുകൊണ്ട് ഇവിടെ ചോദിച്ച് മനസ്സിലാക്കാനും പറ്റുന്നില്ല.